അങ്ങനെ നിൽക്കുന്ന ഒരു ദേശത്തിന്റെ ഒരു ചരിത്രം ഭാവി തലമുറയ്ക്ക് കൈമാറാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ചരിത്ര ഗ്രന്ഥം ഉണ്ടാകും. ആ ചരിത്ര ഗ്രന്ഥത്തിലേക്കുള്ള വഴി തുറക്കലാണ് നമ്മുടെ ഈ ശില്പശാലയും ഇത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന സെമിനാറും. അതൊരു തുടക്കം മാത്രമാണ്. മണിക്കൂറുകളെടുത്ത് ദിവസങ്ങളെടുത്തുള്ള ചർച്ചകൾ വേണ്ടി ഒരു വളരെയേറെ ആഴമായ വിധത്തിലെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുവാനും അവതരിപ്പിക്കുവാനും കഴിയുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് നമുക്ക് ഉദ്ഘാടകനായി സെമിനാറിൽ അവർ പഠനം അവതരിപ്പിക്കുന്നത് പറയുന്നത് നമ്മുടെ എല്ലാം ഉൾക്കാട് തുറക്കുവാൻ സഹായിക്കും എന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നാടിനെ കുറിച്ചും നമ്മുടെ ഗൃഹകാല ചരിത്രത്തെ കുറിച്ചുമുള്ള കൂടുതൽ കൃത്യതയോടുള്ള വിവരങ്ങൾ മനസ്സിലാക്കുവാനും അതിന്റെ വെളിച്ചത്തിൽ ഇനിയും വളർച്ചയുടെ പടവുകൾ വെട്ടിക്കയറുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഗവൺമെന്റിന്റെ പരിപാടിയെ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിന്റെ സമയം മാറ്റുന്നതുകൊണ്ട് മറ്റു ചില പ്രോഗ്രാംസിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ടുമാണ് ഞാൻ ഈ അവസരത്തിൽ ഇവിടെ ആളുകളായി സാധിച്ചത്. തീർച്ചയായും സന്തോഷമുണ്ട്. ഇത് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം പോകുന്നത്. കാവ്യത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ വടക്കൻകോട്ട് എന്ന് പറയുന്നത് മൂല കേരളത്തിലെ ഒരു പ്രാചീന രാജ്യമായിരുന്നു. കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഉൾപ്പെട്ട ഭാഗങ്ങൾ അതിൻ്റെ ഭാഗമായിരുന്നു. പലർക്കും നമ്മുടെ ഈ പൈതൃക വിശിഷ്ടത അറിയില്ല. എന്നിവയിൽ കേന്ദ്ര ബിന്ദുവായിരുന്നു. മഹാദേവ ക്ഷേത്രം അതിപ്രസിദ്ധമായ ക്ഷേത്രമാണ്. രാജമന്ദിരങ്ങൾ, ഭരണകാര്യങ്ങൾ പൊങ്ങി വന്ന സ്ഥലമാണ്. ചേർത്തല കടലിനടിയിലായിരുന്നു. കടലിന് പുറകോട്ട് മാറിയപ്പോൾ കരയുമായി ചേർക്കപ്പെട്ട തല, അതാണ് ചേർത്തല എന്ന് പറയുന്നത്. കൊല്ലത്തെത്തിയപ്പോഴേക്കും ഒരു 12 കിലോമീറ്റർ നീളത്തിലാണ് കര പൊങ്ങി വന്നത്. അതുകൊണ്ട് നാട്ടുകാർ അതിനെ വിളിച്ചു നീണ്ട കര എന്ന് വിളിച്ച്. 12 കിലോമീറ്റർ നീളത്തിൽ 8 കിലോമീറ്റർ വീതിയിൽ ഒരു കരയിഞ്ഞ് കയറി വരികയാണ്. അങ്ങനെ കടൽ പുറകോട്ട് മാറി. കുട്ടനാട്ടിലൊക്കെ ആണെങ്കിൽ 35 കിലോമീറ്റർ പുറകോട്ട് മാറി. NSS ഹെഡ്ക്വാർട്ടേഴ്സ് പെരുന്നയിൽ ഒരു കിണർ കുഴിച്ചു. 30 അടി കുഴിച്ച് ചെന്നപ്പോൾ ഒരു വലിയ ബോട്ടിരിക്കുന്നു അതിനടിയിൽ. നാരായണ പണിക്കരനെ വിളിച്ചു. ഞാനത് കോട്ടയം SP ആണ്. ഞങ്ങൾ ചെയ്ത് മണ്ണൊക്കെ മാറ്റി ആ കപ്പൽ പുറത്തെടുത്തു. കാർബൺ ഡേറ്റിംഗ് ചെയ്തപ്പോൾ 1300 കൊല്ലം പഴക്കമുള്ള കപ്പലാണ് ഈ മണ്ണിനടിയിലിരിക്കുന്നത്. അപ്പം കടത്തുരുത്തിൽ തുരുത്തുണ്ടായിരുന്നു വെച്ചാൽ തുരുത്തുണ്ടായിരുന്നു. ആ തുരുത്ത് AD 8-ാം നൂറ്റാണ്ടിൽ അപ്രത്യക്ഷമായി. പിന്നെ ഇവിടെ തുരുത്തില്ല. പിന്നെ ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാർ കാടന്മാർ എന്ന് പറയുന്ന ജനവിഭാഗമായിരുന്നു. ആ കാടന്മാരുടെ 400 കൊല്ലത്തിന് മുമ്പാണ് തൊടുപുഴയ്ക്ക് അപ്പുറത്തുള്ള കാട്ടിലേക്ക് കയറ്റിവിട്ടത്. ആ കാടന്മാർ താമസ സ്ഥലമായിട്ട് അതിനെ വിളിച്ച പേരാണ് കാടൻ തേരി എന്ന് പറഞ്ഞ സ്ഥലം. കാടന്മാർ എന്ന് താമസിക്കുന്ന സ്ഥലമാണ്. അന്നത്തെ ആദിവാസികൾക്ക് വളരെ പ്രഗത്ഭനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് കടുത്ത എന്ന് പറയുന്നത്. കടുത്ത ആദിവാസികളുടെ രാജാവാണ്. ശബരിമലയിൽ അയ്യപ്പന്റെ കൂടെ ഉദയനെ നേരിടാൻ പോയ കറുപ്പയുടെയും കടുത്തയുടെയും ചരിത്രം നമ്മൾ വായിക്കുന്നു. അയ്യപ്പന്റെ കഥയിൽ പറയുന്ന കടുത്ത തന്നെയാണോ ഇവിടെ ഭരിച്ചിരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അമ്പലപ്പുഴ തൊട്ട് ആലങ്ങാട് വരെ ശബരിമലയിൽ അയ്യപ്പന്റെ കൈ എത്തിയിരുന്നുണ്ട്. അത്രയും ദൂരേ ഉള്ളൂ കടുത്തുരുത്തിയിലേക്ക്. അപ്പോൾ ശബരിമലയിലെ കഥയിൽ പറയുന്ന കടുത്തുരുത്തിയിലെ കടുത്ത ഒന്നാണോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആ കടുത്ത ഭരിച്ചിരുന്ന സ്ഥലമായതുകൊണ്ടാണ് കഥ വളരെ ഭംഗിയായി പറഞ്ഞു. 12-ാം നൂറ്റാണ്ടായപ്പോൾ പാണ്ഡ്യദേശത്ത് നിന്ന് ബ്രാഹ്മണർ കടുത്തുരുത്തി ക്ഷേത്രത്തിലേക്കും കുമാരനല്ലൂർ ക്ഷേത്രത്തിലേക്കും ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്കും വന്നു. അവർ കൊണ്ടുവന്നൊരു കഥയാണ് ഈ കരദൂഷണന്റെ കഥ എന്ന് പറയുന്നത്. 11-ാം നൂറ്റാണ്ടിൽ വന്ന കഥ. എനിക്ക് കഥയ്ക്കെതിരല്ലേ, ഞാൻ ചരിത്രം പറയാൻ എന്നെ അടിക്കാൻ വന്നുകളാണ്. രണ്ടാമത് പറയുന്നത് ഇവിടെ കടൽ തുരുത്തുണ്ടായിരുന്നു. ആ തുരുത്തുള്ള സ്ഥലമായതുകൊണ്ട് കടുത്തുരുത്തി എന്ന് വിളിച്ചു എന്നുള്ളതാണ്. ഇവിടെ തുരുത്തുണ്ടായിരുന്നു. പക്ഷേ ആ തുരുത്ത് അപ്രത്യക്ഷമായത് 8-ാം നൂറ്റാണ്ടിലാണ്. 8-ാം നൂറ്റാണ്ടിൽ AD 750 കഴിഞ്ഞപ്പോൾ കേരളത്തിലൊരു ജിയോഗ്രാഫിക്കൽ ഫിനോമിനൻ ഉണ്ടായി. കടൽ പുറകോട്ട് മാറിയ ഒരു ഫിനോമിനൻ. കൊടുങ്ങല്ലൂർ തുറമുഖത്തിന് തെക്ക് കടൽ പുറകോട്ട് മാറി. വൈക്കം എന്ന സ്ഥലത്തിൻ്റെ പേര് പുതിയ ഭൂമി എന്നാണ്. കടൽ പുറകോട്ട് മാറി AD 750 പൊങ്ങി വന്ന സ്ഥലമാണ് വൈക്കം. അവിടെ നമ്മൾ ക്ഷേത്രം പണിഞ്ഞു. ഇവിടെ ഒരു തുരുത്തുണ്ടായിരുന്നു. ആ തുരുത്തിൽ നിന്ന് കടൽ 25-30 കിലോമീറ്റർ പുറകോട്ട് മാറി. ഇപ്പോൾ അറബിക്കടൽ നിൽക്കുന്ന സ്ഥലത്ത് ചെന്നു. അപ്പോൾ AD 750 കഴിഞ്ഞപ്പോൾ പിന്നെ കടത്തുരുത്തിയിൽ തുരുത്തില്ല, തുറമുഖമില്ല. ഏറ്റുമാനൂർ മണ്ണേറി വന്ന നിരപ്പായ സ്ഥലമാണ്. ഈ കടൽ പുറകോട്ട്
ലളിതത്തിലും കൃത്യമായ അവാന്തരം അലുവാല ബന്ധത്തിന്റെ ആത്മതോട് ലളിതത്തിന്റെ ലാളിത്യത്തിന്റെ സ്വഭാവം ശാന്തമോ സാന്ദ്ര സമയഭാവം അച്ഛനെ ആത്മാവിലാണ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ പേരിലും വടക്കമ്പൂർ വിഷൻ പ്രൊമോഷൻ സൊസൈറ്റി കൗൺസിലിന്റെ പേരിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തു. അപ്പാന്ന് അവരുടെ രാഷ്ട്രീയ ആയുസ് അവർ ക്ഷത്രിയരല്ലേ, അവർ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്. സാധാരണ അറിയാതെ അല്ലെങ്കിൽ ആഗ്രഹത്തോടെ മനസ്സിലാവുന്ന വാക്കുകളൊന്നാണ് കടുത്തുരുത്തിയെ കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം ചെറുപ്പം മുതൽ പറയും. കടുത്തുരുത്തി ടൗണിന്റെ ഹൃദയം കടുത്തുരുത്തിക്കാരുടെ മനസ്സിനെ കോരിത്തിരിപ്പിക്കുന്നതാണ്. ഒരു ഭാഗത്ത് ഏറ്റവും പ്രധാനമായ തലയിൽ മഹാദേവ ക്ഷേത്രം, ഇപ്പുറത്തേക്ക് കടന്നു വരുമ്പോൾ കടുത്തുരുത്തിയുടെ താഴ്ത്തുപള്ളി, അപ്പുറത്തേക്ക് വരുമ്പോൾ കൈകൾ കുരിശോടെ കടുത്തുരുത്തിയുടെ വലിയ പള്ളി. അങ്ങനെ വലിയ പള്ളിയുടെയും താഴ്ത്തുപള്ളിയുടെയും തലയിൽ മഹാദേവ ക്ഷേത്രത്തിന്റെയും കടുത്തുരുത്തി സെൻട്രൽ ജംഗ്ഷൻ, കടുത്തുരുത്തി പട്ടണത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് സുനിൽ ക്രിസ്ത്യൻസിന്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. തോമസ് ശ്രീഹായിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച ആദ്യ നാട് മുതൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ എല്ലാം കേരളത്തിൽ കൊടുങ്ങല്ലൂർ രാജാവും ചോഴ മണ്ഡലത്തിലെ വലിയ പെരുമാറുകാരുമായിട്ടുമെല്ലാം നല്ല ബന്ധം പുലർത്തിയിരുന്നു. വടക്കൻകൂർ രാജാക്കന്മാരുടെ ആത്മീയത ഒന്നുകൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അവരുടെ ആത്മീയതയുടെ പരിസരത്ത് നിന്നാണ് കടുത്തുരുത്തിയുടെ പാരമ്പര്യത്തെ കുറിച്ചുള്ള നമ്മുടെ ചരിത്ര ഗവേഷണവും പഠനവും ഒരു സത്യാന്വേഷണം മാത്രമായിരിക്കട്ടെ, നന്മയെ സ്വീകരിക്കാനും തിന്മയെ തിരസ്കരിക്കാനുമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ കാലത്തിന്റെ മതമൈത്രി ശ്രീ മോൻസ് ജോസഫ് സാർ പറഞ്ഞ പോലെ മതമൈത്രിയെ ഇന്ത്യയെ പോലെ തന്നെ സംസ്കാരമുള്ളതാണ്. പക്ഷെ ഇന്നത്തോടെ പോയാൽ നമ്മുടെ നാട്ടിലെ ചരിത്ര ഗവേഷണം നടത്തുന്ന ആളുകൾ അവർക്ക് കണ്ടെത്താൻ കഴിയുന്നവർക്കും വാരിക്കൂരി നൽകിയ ഒരാള് ജോസഫ് ചരിത്രം നമ്മുടെ MLA അദ്ദേഹം എഴുതിയ അതിനായി സഹായിക്കപ്പെട്ടുകൊണ്ട് ചരിത്രം വായിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. പക്ഷെ വടക്കും കൂടെ 1000 വർഷം ഇതിന് കേട്ടതല്ലാതെ അതിന് കടുത്തുമായുള്ള ബന്ധവും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങളോട് ബന്ധപ്പെട്ട്
വൈവിധ്യം എന്നത് വൈവിധ്യമാണ്. അപ്പൊ ആ വൈവിധ്യത്തെ അതിനോട് ചേർത്ത് നമ്മുടെ നാടിനെ കുറിച്ചുള്ള അറിയിക്കുന്നു. തീർച്ചയായും നമ്മളത് വിജയിപ്പിക്കണം. അത് ഓരോരുത്തരുടെയും ചുമതലയായി കണ്ടുകൊണ്ട് നിങ്ങൾ മുൻകൈ എടുക്കുക. നാടിനു വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി, ലോകമെമ്പാടുമുള്ള മാനവരാശിക്ക് വേണ്ടിയുള്ള ആ ശ്രമം കടുത്തുരുത്തിയിൽ നിന്ന് തുടങ്ങട്ടെ. അതിന് ഒരിക്കൽ കൂടി സർവശക്തനായ ദൈവം നമുക്കെല്ലാം സഹായം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ രാജവംശത്തിൻ്റെ പ്രതികളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ട്രസ്റ്റിന്റെ ഭാരവാഹികൾ ഏറ്റുവാങ്ങുന്നു. പറയുന്നു. ഇത്തരം ഒന്നിയമാക്കി മാറ്റുവാൻ വേണ്ടി കടുത്തുരുത്തിയിലെ പ്രഗത്ഭരായ നിരവധി പേർ സാധാരണ വേദിയിലിരിക്കുന്ന ഒരുപാട് സദസ്സിൽ കേട്ടുവരുന്നതാണ്. അപ്പൊ അവരുടെ പ്രവർത്തകയാണ് ഈ പങ്കാളിത്തം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഒരുപാട്